വെൽക്കം ടു സൈലം ബാങ്കിങ്. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ വേഗം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി നിങ്ങളുടെ ഏതെങ്കിലും ഒരു ഫ്രണ്ട് ബാങ്കിങ്ങിന്റെ ഒരു സീരിയസ് ആസ്പിരന്റ് ആണെങ്കിൽ വേഗം തന്നെ നമ്മുടെ ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് പറയുക, വീഡിയോസ് കംപ്ലീറ്റ് കാണാനായിട്ട് പറയുക. അവരുടെ കംപ്ലീറ്റ് പ്രിപ്പറേഷന് ഹെൽപ്ഫുൾ ആവുന്ന രീതിയിലുള്ള കണ്ടന്റുകളാണ് നമ്മുടെ ഈ ചാനലിൽ വരിക. കൂടാതെ സൈലം ബാങ്കിങ് ലോഞ്ച് ചെയ്യുന്ന എല്ലാ കോഴ്സുകളെ കുറിച്ചുമുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ആദ്യം വരുന്നത് നമ്മുടെ ഈ ചാനലിലായിരിക്കും. അപ്പൊ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. നമുക്ക് ഒരുമിച്ച് അടിപൊളിയായിട്ട് പഠിച്ച നെക്സ്റ്റ് ബാങ്ക് എക്സാം നമ്മൾ ക്രാക്ക് ചെയ്യും. റെഡി ആണല്ലോ? അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ കറണ്ട് അഫയേഴ്സ് പഠിക്കാനുള്ള സ്റ്റഡി സ്ട്രാറ്റജിയാണ്, സ്റ്റഡി പ്ലാൻ ആണ്. ജനറലി എല്ലാവരും എപ്പോഴും ചോദിക്കുന്ന കാര്യമാണ്, കറണ്ട് അഫയേഴ്സ് എന്ന് പറഞ്ഞാൽ കുന്നോളം പഠിക്കാനുണ്ട്, എങ്ങനെയാണ് ഇതൊന്ന് പഠിക്കുക എന്നുള്ളത് അല്ലേ? ബാങ്കിങ് ആസ്പിരൻസിനെ സംബന്ധിച്ചിടത്തോളം കുറച്ചും കൂടി ഈസിയാണ് കറണ്ട് അഫയേഴ്സ് പഠിക്കാനേ എനിക്ക് പറയാനുള്ളൂ. നമ്മളൊന്ന് മനസ്സിരുത്തി പഠിച്ചാൽ നമുക്ക് ഫുള്ള് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഭാഗമാണ് നമ്മുടെ കറണ്ട് അഫയേഴ്സ് അല്ലേ? അപ്പോൾ ജനറലി എല്ലാവരും ചോദിക്കും, മിസ് എത്ര മാസത്തെ കറണ്ട് അഫയേഴ്സ് ആണ് പഠിക്കേണ്ടത് അല്ലെ? 6 മന്തിലത്തെ കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ പഠിക്കേണ്ടത്. ഓക്കെ, നമ്മുടെ മെയിൻസ് എക്സാമിന്റെ ഡേറ്റ് വന്നാൽ ആ ഡേറ്റ് തൊട്ട് ബാക്കോട്ടുള്ള 6 മാസത്തെ കറണ്ട് അഫയേഴ്സ് നമ്മൾ പഠിക്കണം. അതായത് ഒരു 1 വീക്ക് ബിഫോർ വരെയുള്ള നമ്മുടെ മെയിൻസ് എക്സാം ഡേറ്റ് തൊട്ട് 6 മാസം ബാക്കോട്ടുള്ള കറണ്ട് അഫയേഴ്സ് നമ്മൾ പഠിക്കണം. ഒരു 1 വീക്ക് ബിഫോർ വരെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവണം. ഓക്കെ, ഇനിയിപ്പോൾ നിങ്ങൾ പറയും, മിസ്സേ പക്ഷേ ക്വസ്റ്റ്യൻ പേപ്പർ ചില എക്സാമിന് നോക്കിയാൽ 3 മാസത്തെ കറണ്ട് അഫയേഴ്സേ ചോദിച്ചിട്ടുള്ളൂ, 3 മാസം മുന്നിലുള്ള കറണ്ട് അഫയേഴ്സേ ചോദിച്ചിട്ടുള്ളൂ, അല്ലെങ്കിൽ 2 മാസം മുന്നിലുള്ള കറണ്ട് അഫയേഴ്സേ ചോദിച്ചിട്ടുള്ളൂ എന്ന് ചിലപ്പോൾ നിങ്ങൾ പറയും. പക്ഷേ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ എപ്പോഴും 6 മാസം മുന്നേ ഉള്ള കറണ്ട് അഫെയർ വരെ നമ്മൾ പഠിച്ചിട്ട് പോയാൽ നമ്മൾ പിന്നെ എന്താണ്, നമ്മൾ കോൺഫിഡന്റ് ആണ് അല്ലെ? അങ്ങനെ ഒരു കോൺഫിഡൻസ് ലെവൽ ഉണ്ടാക്കിയിട്ട് വേണം നിങ്ങൾ എക്സാമിന് പോവാൻ. നമ്മൾ എവിടെ നിന്ന് ചോദിച്ചാലും നമുക്ക് എന്തെങ്കിലുമൊക്കെ അറിയാനായിട്ട് പറ്റും, നമുക്ക് ഓപ്ഷൻ നോക്കി ആൻസർ ചെയ്യാനായിട്ട് പറ്റും. ആ കോൺഫിഡൻസ് ലെവൽ ഞാൻ നിങ്ങൾക്ക് എന്തായാലും ഉണ്ടാക്കി തരും. അപ്പൊ എന്ത് ചെയ്യാം, മറക്കാതെ നമ്മുടെ ചാനലിൽ വരുന്ന, നമ്മുടെ സൈലം ബാങ്കിങ്ങിൽ വരുന്ന കറണ്ട് അഫയേഴ്സിന്റെ എല്ലാ വീഡിയോകളും മിസ് ചെയ്യാതെ കാണുക. ഫുൾ മാർക്ക് ഞാൻ വാങ്ങിത്തരും. ഓക്കെ, നെക്സ്റ്റ് നിങ്ങൾ ചോദിക്കും, മിസ് നമ്മൾ വീഡിയോ കണ്ടു പഠിക്കണോ അതോ PDF വായിച്ച് പഠിച്ചാൽ മതിയോ? അപ്പോൾ അതിനെനിക്ക് ഉത്തരം എന്ന് പറയുന്നത്, നിങ്ങൾ കംപ്ലീറ്റ്ലി അത് നിങ്ങളുടെ പേഴ്സണൽ കാര്യമാണ്. ഇപ്പൊ ചില ആൾക്കാർക്ക് എങ്ങനെയാണ്, വീഡിയോസ് കണ്ട് പഠിക്കുന്നത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും അല്ലെ? ഒരാൾ പറഞ്ഞു കൊടുത്ത് അവർക്ക് പഠിക്കുക എന്നുള്ളത് ഭയങ്കര ഈസി ആയിട്ടുള്ള കാര്യമായിരിക്കും. ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എങ്ങനെയാണ്, ഞാൻ കണ്ട കാര്യങ്ങൾ എൻ്റെ മനസ്സിൽ നല്ലോണം നിൽക്കും. പക്ഷെ കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്താണ്, ചിലപ്പോൾ ആരെങ്കിലും എൻ്റെ അടുത്ത് റഫായിട്ട് എന്തെങ്കിലും പറഞ്ഞു പോയാൽ ഞാൻ ചിലപ്പോൾ ശ്രദ്ധിച്ചു എന്ന് വരില്ല. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് വീഡിയോസ് കണ്ട് പഠിക്കുന്നതാണ്, വീഡിയോസ് കാണുന്നതാണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അങ്ങനെ കണ്ട കാര്യങ്ങൾ സ്ട്രൈക്ക് ചെയ്ത് നിങ്ങളുടെ മനസ്സിൽ നിൽക്കുമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ വീഡിയോസ് കാണാം. ഇനി ചില ആൾക്കാർക്ക് എന്ത് ചെയ്യേണ്ടി വരും, വായിച്ച് പഠിക്കേണ്ടി വരും. ഓക്കെ, അവർക്ക് ഒച്ചത്തിൽ വായിച്ചാലായിരിക്കും ചിലപ്പോൾ എന്ത് ചെയ്യുക, മനസ്സിൽ നിൽക്കുക. അങ്ങനെയാണ് നിങ്ങളുടെ ഒരു സ്റ്റഡി മെത്തേഡെങ്കിൽ, അങ്ങനെയുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ PDF വായിക്കുക. അതായിരിക്കും നിങ്ങൾക്ക് പെട്ടെന്ന് ഓർമ്മ നിൽക്കാൻ പറ്റുക. ഓക്കെ, അത് നിങ്ങൾ ഏത് ടൈപ്പ് ആളാണോ അതിനനുസരിച്ചായിരിക്കും നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനിയിപ്പോൾ ചില ആൾക്കാർക്ക്, ഇപ്പോൾ കുറേ ആൾക്കാരുടെ പൊതുവേ ഉള്ള റൊട്ടീൻ എന്താ വെച്ചാൽ, നമ്മൾ ഫുഡ് കഴിക്കുന്ന സമയത്ത് ഒരു വീഡിയോ നമ്മൾ കാണുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഫുഡ് കഴിക്കുന്ന സമയത്ത് തന്നെ കംപ്ലീറ്റ് കാര്യങ്ങൾ ഓർത്ത് വെക്കാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ കംഫർട്ടബിൾ അതിനനുസരിച്ച് നിങ്ങൾ ചെയ്യാം. റെഡി? ഇനി എപ്പോൾ വായിക്കണം? വീക്ക്ലി വായിക്കണോ, ഡെയിലി വായിക്കണോ, മന്ത്ലി വായിക്കണോ? കറണ്ട് അഫെയർ എപ്പോൾ വായിക്കണം എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും ഒരു ഡൗട്ടാണ്. അപ്പോൾ നിങ്ങളൊരു ആസ്പിരൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ക്വാണ്ടിനും ജനറൽ ഇൻ്റലിജൻസിനും ഇംഗ്ലീഷിനും ഇത് ഡെയിലി പഠിക്കേണ്ട കാര്യമാണ്. അപ്പോൾ ഈ ക്വാണ്ടും ജനറൽ ഇൻ്റലിജൻസും ഒക്കെ പഠിച്ചിട്ട് നിങ്ങൾക്ക് പിന്നെയും സമയം കിട്ടുവാണ്. കറണ്ട് അഫെയർസ് ഡെയിലി നിങ്ങൾ നോക്കിയാലും ടൈം മാനേജ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഡെയിലി പഠിക്കുക. ഓക്കെ, നിങ്ങൾ എന്ത് ചെയ്യുക, ഡെയിലി പഠിക്കുക. ഇപ്പം നിങ്ങൾക്ക് ക്വാണ്ട് പഠിക്കാൻ സമയമുണ്ട്, കറണ്ട് അഫയേഴ്സ് രാവിലെ നിങ്ങൾ പഠിക്കുകയാണ്, അതിനുശേഷം നിങ്ങൾക്ക് ടൈം മാനേജ് ചെയ്തിട്ട് ക്വാണ്ട് ആയാലും ജനറൽ ഇൻ്റലിജൻസ് ആയാലും ഇംഗ്ലീഷ് ആയാലും പഠിക്കാൻ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഡെയിലി നിങ്ങൾ പഠിക്കാം. പക്ഷേ നിങ്ങൾ കറണ്ട് അഫയേഴ്സിന് ഡെയിലി കുറേ സമയം കൊടുക്കുകയാണ്, അത് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ക്വാണ്ടിലെ പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യാനോ ജനറൽ ഇൻ്റലിജൻസിലെ പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യാനോ നിങ്ങൾക്ക് സമയം കിട്ടുന്നില്ല എന്നാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണ്ട, ഡെയിലി പഠിക്കണ്ട. ഒക്കത്തിനും ടൈം മാനേജ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഗോ ഫോർ ഇറ്റ്.
പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യുക, ടൈം കിട്ടാത്ത ഒരാളാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, വീക്ക്ലി പഠിക്കുക. ഓക്കെ, വീക്ക്ലി നിങ്ങൾ പഠിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ മന്ത്ലി പഠിക്കുക. ആ വീക്കിലുണ്ടായ അല്ലെങ്കിൽ ആ മാസത്തിലുണ്ടായ കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഒറ്റയടിക്ക് പഠിക്കുക, അത് തലയിൽ സ്റ്റോർ ചെയ്യുക. റെഡി? ഇപ്പോൾ വീക്ക്ലി പഠിക്കുമ്പോൾ ഉണ്ടാവുന്ന കുറേ നോളജിൻ്റെ ആ ഒരു കൂട്ടം എന്ന് പറയുന്നത് കുറച്ച് കുറവായിരിക്കും. പക്ഷെ മന്ത്ലി ആകുമ്പോൾ അത് വളരെ കൂടും. അത് നിങ്ങളുടെ കാലിബർ എങ്ങനെയാണോ അങ്ങനെ നിങ്ങൾ പ്ലാൻ ചെയ്യുക. ഇപ്പോൾ വീക്ക്ലി പഠിക്കാനാണെങ്കിൽ എന്ത് ചെയ്യുക, ഒരു ദിവസം എടുക്കുക, ആ ദിവസം കുറച്ച് സമയം എടുത്ത് ആ വീക്കിലുണ്ടായ കംപ്ലീറ്റ് കാര്യങ്ങൾ ഒറ്റയടിക്ക് പഠിക്കുക. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ പഠിക്കുന്ന രീതി എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു 1 hour പഠിക്കുകയാണെങ്കിൽ 1 hour കണ്ടിന്യൂസ് പഠിക്കാതെ ഒരു 15 minutes പഠിക്കുക. ഓക്കെ, ഇതിപ്പോൾ കറണ്ട് അഫയേഴ്സിൻ്റെ കാര്യം മാത്രമല്ല, എന്തായാലും തന്നെ 15 minutes പഠിക്കുക. എന്നിട്ട് ബ്രെയിനിന് ഒരു 5 minutes റിലാക്സ് ചെയ്തിരിക്കുക. ആ റിലാക്സ് ചെയ്തിരിക്കുന്ന സമയത്ത് ആരും പോയി ഫോൺ എടുത്ത് കുത്തി കളിക്കരുത്. ആ സമയത്ത് നിങ്ങൾ ചെയ്തേണ്ടത് എന്താണെന്ന് വെച്ചാൽ എന്ത് ചെയ്യുക, ആ 5 minutes നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ ഒന്ന് ആലോചിക്കുക, ഒന്ന് കറങ്ങി തിരിച്ചു വരിക. അപ്പോൾ എന്ത് ചെയ്യില്ല, അങ്ങനെ ഒന്ന് കറങ്ങി തിരിച്ചു വന്നാൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ മറക്കില്ല. റെഡി? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഡെയിലി പഠിക്കാൻ അത്രയും ടൈം മാനേജ് ചെയ്യാൻ പറ്റുന്ന ആളാണെങ്കിൽ ഡെയിലി പഠിച്ചാൽ മതി, അല്ലെങ്കിൽ വീക്കിലിയോ മന്ത്ലിയോ നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് RRB ഉണ്ട്, SBI ഉണ്ട്, IBPS PO ഉണ്ട്, ക്ലർക്ക് ഉണ്ട് അല്ലേ? ഇതിൻ്റെ ഒക്കെ എക്സാംസിൻ്റെ ലെവൽ എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് ലെവലാണ്. പക്ഷേ കറണ്ട് അഫയേഴ്സ് നമ്മൾ പഠിക്കുന്നതൊക്കെ സെയിം കറണ്ട് അഫയേഴ്സ് ആണ് ഏത് എക്സാം ആയാലും നമ്മൾ പഠിക്കേണ്ടത്. പക്ഷെ ക്വസ്റ്റ്യൻസ് വരുന്ന ലെവൽ എന്തായിരിക്കും, ചിലപ്പോൾ വ്യത്യാസമായിരിക്കാം അല്ലേ? എന്താണ്, ഫാക്ട്സ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, ഇൻഡെപ്ത് ക്വസ്റ്റ്യൻസ് ഇങ്ങനെ കൂടി 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 സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ്, അങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും അല്ലേ? ഇൻഡെപ്തിലേക്ക് എക്സാമിന്റെ ലെവൽ മാറുന്നതിനനുസരിച്ച് കറണ്ട് അഫെയർ മാറുന്നില്ല, പക്ഷെ അവിടെ ക്വസ്റ്റ്യന്റെ ഡെപ്ത് ആണ് മാറുന്നത്. അത് നിങ്ങൾക്ക് മനസ്സിലാക്കാലോ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഏത് കറണ്ട് അഫെയർ ആയിക്കോട്ടെ, നമ്മൾ പഠിക്കുമ്പം നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ പഠിക്കുന്ന സമയത്ത് ഇൻഡെപ്ത് പഠിക്കുക, ഫുൾ ഫാക്ട്സ് അങ്ങോട്ട് പഠിക്കുക, അല്ലാതെ ജസ്റ്റ് സർഫസിൽ കൂടി മാത്രം പഠിച്ചു പോവാണ്ടിരിക്കാം. നെക്സ്റ്റ് നിങ്ങൾ ആലോചിച്ച് നോക്കി, നമ്മളൊരു PDF വായിക്കുകയാണെങ്കിൽ നമ്മൾ കംപ്ലീറ്റ് കാര്യങ്ങൾ വായിക്കണം? വേണ്ട, നമ്മൾ ആ PDFിലുള്ള കംപ്ലീറ്റ് കാര്യങ്ങളും നോക്കണ്ട. നമ്മൾ എന്ത് ചെയ്താൽ മതി, നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെഷൻസ് മാത്രം നമ്മൾ നോക്കിയാൽ മതി. ഇപ്പോൾ ഒരു PDFിൽ ഒബിച്വറീസ് റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസ് എന്തായാലും ഉണ്ടാവും അല്ലേ? കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള PDFിൽ എന്തായാലും ഉണ്ടാവും. അത് നിങ്ങൾ നോക്കണ്ട, അത് എന്തായാലും എക്സാമിന് വരില്ല. പിന്നെ ഓരോ പുതിയ സ്പീഷീസ് കണ്ടുപിടിച്ചു അങ്ങനത്തെ ന്യൂസ് ഒന്നും എന്തായാലും ചോദിക്കില്ല. നമ്മൾ എന്താ നോക്കേണ്ടത്, നമ്മൾ ബാങ്കിങ് റിലേറ്റഡ് ആയിട്ടുള്ള RBI പുതിയ സ്കീം ഇറക്കി, RBI പുതിയ സ്കീം ഉണ്ടാക്കി, റെപ്പോ റേറ്റ് കൂടി, ഇൻഫ്ലേഷൻ ഉണ്ടായി, അങ്ങനത്തെ റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസുകളും അതിൻ്റെ ഫാക്ട്സും അതുമായിട്ടുള്ള ഡെപ്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇമ്പോർട്ടൻറ്റ് സെഷൻസ് മാത്രം നോക്കിയാൽ മതി. ഇനി നോട്ട് മേക്ക് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഫുൾ അങ്ങനെ വാരി വലിച്ച് എഴുതേണ്ട ഒരു കാര്യവും ഇല്ല. നമ്മൾ ഷോർട്ട് ഫോംസ് ഒക്കെ വെച്ചിട്ട് വേണം നോട്ട് എഴുതാൻ. അപ്പോൾ ഈ ഷോർട്ട് ഫോംസ് ഒക്കെ ഇപ്പോൾ MTSS നിങ്ങൾക്ക് എഴുതണമെങ്കിൽ മണി ട്രാൻസ്ഫർ സർവീസ് സ്കീമാണ് ഈ MTSS നമുക്ക് അറിയണം. അത് നമുക്ക് ഡെവലപ്പ് ചെയ്ത് വരേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ ബാങ്കിങ് അവയർനെസ് ഒക്കെ പഠിക്കുമ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആവും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇങ്ങനെയുള്ള ഷോർട്ട് ഫോംസ് ഒക്കെ യൂസ് ചെയ്ത് വളരെ ക്രിസ്പ് ആയിട്ടുള്ള നോട്ട്സ് മാത്രം പ്രിപ്പയർ ചെയ്താൽ മതി. അല്ലെങ്കിൽ പോയിന്റ്സ് PDFിൽ പോയിന്റ്സ് ഹൈലൈറ്റ് ചെയ്ത് വെക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഓക്കെ, ജസ്റ്റ് എന്തെങ്കിലും ഒരു നോട്ട്സ് നിങ്ങൾക്ക് ഉണ്ടാക്കി വെക്കുന്നത് വളരെ ഉപകാരമുള്ള കാര്യമായിരിക്കും. കാരണം കുറേ അധികം PDF നിങ്ങൾ ഇങ്ങനെ ഡൗൺലോഡ് ചെയ്ത് വെക്കുമ്പോൾ അവസാനം നമ്മൾ പഠിച്ച PDF ഏതാ, പഠിക്കാത്ത PDF ഏതാ, അത് നമുക്ക് തന്നെ ഒരു ഐഡിയ ഉണ്ടാവില്ല അല്ലേ? അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, റാൻഡം ആയിട്ട് അവിടുന്ന് ഇവിടുന്ന് കുറേ ഡൗൺലോഡ് ചെയ്ത് വെക്കുന്നതിന് പകരം ജസ്റ്റ് ഇങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ പോയിന്റ്സ് ഒക്കെ വെച്ചിട്ട് എന്ത് ചെയ്യുക, വേഗം തന്നെ നോട്ട്സ് പ്രിപ്പയർ ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുക. അപ്പോൾ അല്ലാതെ നിങ്ങൾ ലാസ്റ്റ് റിവൈസ് ചെയ്യാൻ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഏത് PDF ആണ് പഠിച്ചത് ഏതാ പഠിക്കാത്തതൊന്നും മനസ്സിലാവില്ല. സോ നോട്ട്സ് പ്രിപ്പയർ ചെയ്യുമ്പോൾ വളരെ ക്രിസ്പ് ആൻഡ് ഷോർട്ട് ആയിട്ട് വേണം പ്രിപ്പയർ ചെയ്യാനായിട്ട്. റെഡി? അല്ലാതെ വാരി വലിച്ച് എഴുതരുത്. നെക്സ്റ്റ് ഇസ് റിവിഷൻ. പൊതുവെ റിവിഷന്റെ കാര്യം വരുമ്പോൾ എല്ലാവർക്കും റിവൈസ് ചെയ്യാനെന്ന് ആഗ്രഹം ഉണ്ടാവും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ പറയും ഉറങ്ങാൻ കിടക്കുമ്പോൾ ചെയ്യാം അല്ലേ? അങ്ങനെ ഉറങ്ങാൻ കിടക്കുമ്പോൾ റിവൈസ് ചെയ്യാന്ന് വെച്ചിട്ട് ആദ്യം പഠിച്ച 2 ലൈൻ നമ്മൾ റിവൈസ് ചെയ്യും, അതിനുശേഷം നമ്മൾ കിടന്നുറങ്ങിപ്പോവും അല്ലേ? അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം നിങ്ങൾ ആക്റ്റീവ് ആയിട്ടുള്ള ടൈമിൽ വേണം റിവൈസ് ചെയ്യാൻ. ആക്റ്റീവ് റിവിഷൻ ആണ് നമുക്ക് വേണ്ടത്. ആക്റ്റീവ് റിവിഷൻ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം റിവൈസ് ചെയ്തില്ലെങ്കിൽ നമ്മളൊക്കെ മറന്നു പോകും അല്ലേ? അപ്പോൾ ആക്റ്റീവ് ആയിട്ടുള്ള റിവിഷൻ ചെയ്യാൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 1 hour പഠിക്കുമ്പോൾ 15 minutes പഠിച്ച് 5 minutes ബ്രേക്ക് കൊടുത്ത് ആ പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്യുക. കൂടാതെ നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ച നോട്ട്സ് വെച്ചിട്ട് വീക്കിലി
ഡേയോ മന്ത്ലിയോ നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്തുകൊണ്ടേയിരിക്കാം. ഓക്കെ, എല്ലാ സൺഡേയും റിവൈസ് ചെയ്യുക. പിന്നെ എന്ത് ചെയ്യുക, 3 വീക്ക് കൂടുമ്പോൾ ആ പഠിച്ച 3 വീക്കിലത്തെ കാര്യങ്ങളും നിങ്ങൾ റിവൈസ് ചെയ്യുക. ഓക്കെ, ഇത് നമ്മൾ ആദ്യം കേൾക്കുമ്പോൾ ഭയങ്കര ബേർഡൻ ആയിട്ട് ഫീൽ ചെയ്യെങ്കിലും പക്ഷെ ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ ചെയ്ത് വരുമ്പോൾ നമുക്കിത് ഈസി ആയിട്ടുള്ള ഒരു കാര്യമാണ്, നമ്മൾ വിചാരിച്ചാൽ നടക്കുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്ട്രാറ്റജി ഫോളോ ചെയ്ത് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ കറണ്ട് അഫയേഴ്സിൽ കംപ്ലീറ്റ് മാർക്ക് സ്കോർ ചെയ്ത് തരുന്ന കാര്യം ഞാൻ ഏറ്റു. അപ്പോൾ നമുക്ക് ഒരുമിച്ച് പഠിച്ച് ഒരുമിച്ച് നേടാം. അപ്പോൾ എന്ത് ചെയ്യുക, എല്ലാവരും കറണ്ട് അഫയേഴ്സിന് വേണ്ടി നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക. നമ്മൾ കംപ്ലീറ്റ് ന്യൂസുകളുമായിട്ട് കംപ്ലീറ്റ് നിങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും നമ്മുടെ ചാനലിൽ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യുക, എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. എല്ലാവരും ചാനൽ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് പറയുക. അപ്പോൾ താങ്ക് യു.